എൻ്റെ ഈ ഒരു ഹാപ്പിനെസ് എങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരണം എന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. കാരണം അത്രയ്ക്ക് ഞാൻ ഹാപ്പി. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് അതെ ഗൈസ് നമ്മൾ അല്ലൂസിനെ എഴുതിക്കാനായിട്ട് മൂകാംബിക പോവാണ്. എൻ്റെ ഒരു ഡ്രീമായിട്ടൊരു ട്രിപ്പാണ് മൂകാംബികയിൽ പോവാന്നുള്ളത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് മൂകാംബികയിൽ പോകുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഒരാളിവിടെ പോകുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. നമ്മുടെ ഫുൾ ഫാമിലി ഉണ്ട് ഈ ഒരു ട്രിപ്പിനായിട്ട്. 3 ദിവസത്തേക്കാണ് നമ്മൾ ട്രിപ്പിന് പോകുന്നത്. തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. എന്തായാലും നമ്മുടെ പാവ അല്ലൂസ് സാറ്റർഡേ കഴിയുമ്പം അംഗനവാടിയിലൊക്കെ പോയി തുടങ്ങും. ആണോ അല്ലൂസേ? അംഗനവാടി പോയി ഇഷ്ടമാണോ? നമ്മുടെ ലച്ചമ്മതേ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് ചെറിയൊരു ജലദോഷം ഉണ്ട്. അപ്പം എസിലാണ് പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ സ്വെറ്ററൊക്കെ ഇട്ട് റെഡി ആവുന്നത്. ട്രെയിനിൽ നമ്മൾ AC ആണ് കേസ്. ഞാനും സ്വെറ്ററൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലൂസ് ഓൾസോ ഇങ്ങനെ സ്വെറ്റർ ടൈപ്പ് ആ ഒരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഹായ് പറ. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ഓൺ ഫാമിലി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് ബൈജു പാപ്പൻ. ഈ കടയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ബൈജു പാപ്പൻ എന്നുള്ളത്. സോ ഇതാണ്. ഗൂഗിളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അംബിക സ്റ്റോർസ് എന്നുള്ളത്. സോ എന്തായാലും എല്ലാവരും ഒന്ന് നോക്കി നോക്കുക. ഓൺ ഫാമിലിക്ക് വന്നിട്ട് എന്തായാലും ഞാൻ എല്ലാവരും നിങ്ങൾക്ക് കാണിച്ചു തരുന്ന എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഗൈസ്. സോ ഇവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബാഗ് എന്ന് പറയുന്നത്. വലിയ ബാഗാണ്. ഇതിൽ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും ബാഗ് നല്ല പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ആൻഡ് ഇതാണ് എൻ്റെ സ്വെറ്റർ എന്ന് പറയുന്നത്. സോ ഇനി എല്ലാവരും ട്രെയിനിനൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ ടൈം ആകുമ്പോൾ ഞാൻ എന്തായാലും അടുത്ത ആ ഒരു ടൈമിന് വീഴും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഞാൻ ഇനി എൻ്റെ ഫുൾ ഫാമിലിനെ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മുടെ അല്ലൂസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹായ്. ഇതൊരു സ്പെഷ്യൽ ആളാണ്. കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. നമ്മുടെ അച്ചമ്മയാണ്. അച്ചമ്മ സെക്കൻഡ് ടൈമാണ് ചുരിദാർ ഇടുന്നത്. പണ്ടേയാണ് അച്ചമ്മ ചുരിദാർ ഇടാറുള്ളത്. ഇപ്പം മൊത്തവും സാരി ആയിരുന്നു. പക്ഷേ ഇപ്പം ചുരിദാറാണ്. നാണം അമ്മു ചേച്ചിയാണ്. വീഡിയോയിൽ വരെ കുറച്ച് മടിയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങാൻ പോവാണ്. എന്നിട്ട് ബാക്കിയുള്ളവരെ കാണിച്ചു തരാം. നല്ല വെയിറ്റ് ഉണ്ട്. കാണുന്ന പോലെ അല്ല. ഹലോ പറയൂ. ഹലോ പറ. ഹലോ പറയൂ. യൂട്യൂബ് വീഡിയോ ഞാൻ. ഗൈസ് നമ്മുടെ ഫുൾ ഫാമിലി വന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാ. ഗൈസ് ഞാൻ കണ്ണാടി വെക്കാൻ പോവാ. ഇത് പവറൊന്നുമില്ലല്ലോ. ഇവള് ഷോയ്ക്ക് വെച്ചോണ്ട് കിടക്കത്തെ. കൊള്ളാം. സൂപ്പർ. ഞാനിത് ഇന്നലെ രാത്രി ആയിരുന്നു ഡെക്കറേറ്റ് ചെയ്തതാ. അടിപൊളി. അതിൻ്റെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അതേ കളർ മൊത്തം അടിച്ചു വെച്ച്. ആ കണ്ണാടിക്ക് ചെയ്യുമ്പോൾ ഇവളെ എഡിറ്റ് ഒന്ന് അടിച്ചേനെ. ഗൈസ് എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ സെൽഫി സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ഇത് നമ്മളങ്ങനെ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരപ്പോഴത്തേക്കും ഞാൻ ലേസൊക്കെ പൊട്ടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ AC ആണ് ബുക്ക് ചെയ്തത്. പക്ഷേ എനിക്കങ്ങനെ തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ തണുപ്പ് വരും എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതിനകത്ത് തന്നെ ഇങ്ങനെ എന്താ പറയുക, തലങ്ങാണി ബെഡ്ഷീറ്റൊക്കെ ഇവർ തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ അജിക്കൊച്ച എനിക്കതൊക്കെ വിരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ അല്ലൂസിനും ബാക്കിയുള്ള എല്ലാവർക്കും ലേസൊക്കെ കൊടുത്തിട്ട് ഞാനും ലേസ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ബാഗിൽ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വിശക്കുന്ന സമയത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കുകയായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ ട്രെയിൻ ഇങ്ങനെ ഒന്ന് കുലുങ്ങുന്നുണ്ടായിരുന്നു. സത്യം പറയാലോ ഞാൻ പേടിച്ച് പോയി. അങ്ങനെ ഇത് നമ്മുടെ അല്ലൂസ് താഴെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. താഴെ അത്ര ലൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ കാണാനായിട്ട് പറ്റാത്തത്. ഞാൻ ഈ മറ്റേ ലോവർ ഉണ്ടല്ലോ അതിൻ്റെ മണ്ടലത്തെ സീറ്റാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും താഴത്തെ സീറ്റിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് നാളെ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇതൊക്കെ എണീറ്റതില്ല കേട്ടോ, എൻ്റെ കാര്യമൊക്കെ പടർന്നിരിക്കുക. നമ്മൾ ഉറക്കം എണീറ്റിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ടൈം 6:38 ആയിട്ടുണ്ട് ഗൈസ്. ഞാനിനി ഈ മലേനെ മണ്ട താഴോട്ട് ഇറങ്ങട്ടെ. അപ്പൊ ഗൈസ്, എനിക്കും കൊച്ചയ്ക്കും സൈഡ് സെറ്റ് കിട്ടി ഗൈസ്. പക്ഷെ ഇറങ്ങാൻ നേരത്താണ് നമുക്ക് സൈഡ് സെറ്റ് കിട്ടിയത് ഗൈസ്. നമുക്ക് മംഗലാപുരത്താണ് ഇറങ്ങേണ്ടത്. ഇപ്പൊ മംഗലാപുരം ഗൈസ്, മംഗലാപുരത്തെ ബോർഡാണ്. പുറത്ത് നല്ല മഴയാണ് ഗൈസ്, നല്ല അടിപൊളി ചാറ്റൽ മഴ. നമ്മള് റീൽസ് ഒക്കെ എടുക്കുന്നുണ്ട്, അതെന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ വരുന്നേ. പുറത്ത് നല്ല മഴ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുക. അവിടാണോ അങ്ങ് നമുക്ക് ഇറങ്ങാണ്ട്. ഇപ്പം നമ്മൾ അങ്ങോട്ട് അവിടെ കാണുന്ന ആ സ്ഥലത്ത് ബോട്ടിലിന് പോകണം. അവിടാണ് ഗൈസ്, മഴയാണ് നമുക്ക് പണി തന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പോവായിരുന്നു. ഗൈസ്, വന്ദേ ഭാരത് കിടക്കുന്നത് കണ്ടു ഗൈസ്. ഞങ്ങളിനി ഓട്ടോയിൽ കയറിയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിത് ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ മൂകാംബികയിൽ പോവാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടുന്ന് നല്ല ട്രാവൽ ഉണ്ട്. അല്ലു സമയം എൻ്റെ ബാക്കിൽ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ചധികം നേരം തന്നെ ബസ്സിൽ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വരും, കാരണം നല്ല ദൂരമുണ്ട് മൂകാംബികയിലേക്ക്. അപ്പം നമ്മളിതേ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഹലോ, അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ബസ്സിൽ പോവുകയാണ്. ഞങ്ങളിത് സീറ്റിൽ നിന്ന് മാറിയിട്ട് നേരെ ബാക്ക് സീറ്റിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല വിസ്താരമായിട്ട് ഇരിക്കാൻ. പക്ഷെ ബാക്കിൽ ഇരുന്ന ഒരു കാര്യമുണ്ട്, അത്രമായി ഷേക്കായി നല്ല ഷേക്കിംഗ് ആണ്. മൂകാംബികത്തിന് ഇവള് പറയുന്നത് എനിക്കറിയത്തില്ല, ഞാൻ മറന്നുപോയി. എനിക്ക് എന്താണെന്നറിയാമോ, ഈ മൂകാംബികയുടെ വർഷങ്ങളായല്ലോ പോയപ്പോൾ ഈ മൂകാംബികയുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടും സ്ഥലങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ മീൻചേച്ചിക്ക് ഓർമ്മയുള്ള മാത്രം ഒരു കാര്യമാണ്, മൂകാംബിക ദേവിയും സൗവർഗിയല്ല സൗവർണിക. ഇവളുടെ നാക്ക് തിരിയത്തില്ല, അത് മാത്രമേ ഉള്ളൂ. ഓ ഗൈസ്, എത്തി. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ അമ്പലത്തിൻ്റെ അകത്താണ് ഗൈസ്. ഈ കാണുന്നത് ദേവീനെ എടുത്തുകൊണ്ട് പോകുന്ന പല്ലക്കാണ്. വെള്ളത്തിക്കളി ഒരാൾക്ക് ഗൈസ്. ഞങ്ങൾ പല്ലക്കിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നതാണ്. ഡാൻസ് കുരുത്തക്കേട് കാണിക്കുന്ന ഗൈസ്. ഓടൂടി നീ ഇല്ല പറ ഗൈസ്. അമ്മ വേറെന്തോ സംഭവമാണ്, അപ്പോൾ അതുകൊണ്ട് ഓടുന്നത് ഗൈസ്. ഇവിടെ നെയ്വിളക്കിൻ്റെ എന്തോ സംഭവമൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഇപ്പം കഴിക്കാൻ പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഇനി അമ്മേനെ കൊണ്ടുള്ള ഒരു സെൽഫി. നേരത്തെ അല്ലൂസായിരുന്നു, ഇപ്പം ലച്ചും കൂടി പോയി തുടങ്ങി.
ഗൈസ് നമ്മൾ കുറച്ചധികം നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അകത്ത് പോയാൽ കുറേ പേര് ഇറങ്ങിയോ? ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാം. നമ്മളിത് ഫുഡൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങാണ്. സൗബർണിക്ക് പോവാണ്. എൻ്റെ ഫുൾ പ്രാർത്ഥന ദൈവമേ സൗബർണികയിൽ പോകാൻ പറ്റണേന്നാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സൗബർണികയിൽ പോകാനായിട്ട്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അജിക്കൊച്ചയ്ക്കായാലും ലച്ചുവിനായാലും മാളച്ചേച്ചിക്കായാലും അമ്മച്ചേച്ചിക്കായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എല്ലാവരും പറയുന്ന ഭയങ്കര ഒഴുക്കുണ്ടെന്നാണ്. ഇതേ 2 എണ്ണം കൂടെ എൻ്റെ ഫോണിലേക്ക് എത്തി നോക്കുന്നുണ്ടോ ഗൈസ്? നല്ല ഒഴുക്കുണ്ട്. ഒരു 50% നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ നല്ല സങ്കടത്തിലാണ് കേട്ടോ ഞാനും ലച്ചൂസൊക്കെ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വീഡിയോയിലേക്ക് നോക്കിയാൽ ലച്ചുവിൻ്റെ മുഖം മറന്ന കാണാം. അത് അങ്ങോട്ട് പോകാൻ ചിലപ്പം പറ്റത്തില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളുടെ 2 പേരുടെ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന. കുഞ്ഞുനാൾ മുതൽ ഞാൻ മൂകാംബികയിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടം സൗബർണികയിൽ പോകാനായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന സൗബർണിക അല്ല കേട്ടോ, ഇത് വേറെ എവിടെ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണ്. സത്യം പറയാലോ അതിൻ്റെ കളറ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. മൊത്തം ചെളിയായിരുന്നു. നല്ല ഒഴുക്കുണ്ട്. ഇതിൻ്റെയൊക്കെ ഒഴുക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല മൂകാംബികയിൽ ഇതിനേക്കാൾ ഒഴുക്കാണെന്നാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് പോവാണ്. നമ്മൾ സൗബർണികയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല, നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഇപ്പം നമ്മളത് അമ്പലത്തിലേക്ക് പോവാണ്. കുളിച്ചിട്ട് ഫ്രഷ് ഗൈസ് നമ്മൾ അമ്പലത്തിനകത്ത് തൊഴാൻ കയറുവാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന് നമ്മുടെ റൂമിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ റൂമിലേക്ക് പോവാണ്. ഗൈസ് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഗൈസ് അപ്പം നമ്മൾ താഴോട്ട് പോവാണ്. അമ്മയൊക്കെ താഴോട്ട് പോയിട്ടുണ്ട്. നാളെ ഇനി നമ്മൾ വേറെ കുറേ അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഷോപ്പിംഗ് ഒന്നും നടക്കാൻ പറ്റില്ല. ഇവിടെ ബാഗ് കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഇന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയാലേ നടക്കുള്ളൂ. നാളെ ആകുമ്പോൾ പറ്റത്തില്ല. നമ്മൾ ഇന്ന് ഇറങ്ങാണ്. കളർഫുൾ ലിഫ്റ്റ് ഗൈസ്. ഇത് അജിക്കൊച്ചയുടെ റൂമാണ്. അജിക്കൊച്ചയ്ക്ക് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ് വന്നതാണ് ഗൈസ്. എൻ്റെ കയ്യിലിത് മൊത്തം കുപ്പിവളയാണ്. അവിടുന്ന് അമ്പലത്തിൽ നിന്ന് തന്നതാണ്. എൻ്റെ ഇരുന്നല്ല എല്ലാവരുടെയും കയ്യിലുണ്ട്. ഓൾമോസ്റ്റ് കുറേ ഷോപ്പൊക്കെ അടച്ച് കാണും, മിക്കവാറും അടച്ച് കാണും. ഗ്രൗണ്ടല്ലേ? ലൈറ്റ് ഒക്കെ ഉണ്ട്. ഹേ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നാണ് ഗൈസ് നമ്മുടെ അല്ലൂസിനെ എഴുതിക്കാനായിട്ട് ഇരുത്തുന്ന ദിവസം. ഗൈസ് ഇന്ന് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ടെമ്പിളിലും പോയിട്ട് നമുക്ക് വൈകുന്നേരം 5:30 എങ്ങാണ്ടാന്ന് തോന്നുന്നു ട്രെയിന്. അപ്പം എന്തായാലും നമുക്കിപ്പോൾ താഴോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ അമ്പലം കവർ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. ഗൈസ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തൊഴുതു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെയും അമ്പലത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ അല്ലൂസിനെ എഴുതിക്കാനായിട്ട്. നല്ല മഴയാണ് ഗൈസ്. പുറത്ത് മൊത്തം കുളിച്ച് വാരിയിരിക്കുകയാണ്. നമ്മൾ കുട എടുക്കാൻ വിട്ടുപോയി.
തിരിച്ചു പോകണം. ബാക്കിയുള്ള അമ്പലങ്ങളിലൊക്കെ മഴ കാരണം പോകാൻ പറ്റുന്നുള്ളത് വലിയൊരു ഇതായിട്ട് ഇരിക്കുകയാണ്. അറിയത്തില്ല പോകാൻ പറ്റില്ല എന്നുള്ളത്. ബെല്ലിൻ്റെ മഴേൻ്റെ സൗണ്ട് കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ. ശീവേലി നടക്കുന്ന ഗൈസ്. അങ്ങനെ ശീവേലി വന്നു. ഗൈസ് ഇതാണ് കേട്ടോ ശീവേലി എന്ന് പറയുന്നത്. ഇത് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ കണ്ടോളൂ. ഇങ്ങനെ ദേവീനെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ 4 ചുറ്റും എന്തോ നടക്കും, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പറയുന്നത് കേട്ടോ. അങ്ങനെ മഴ ആയതുകൊണ്ട് എല്ലാവരും കുടയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഗൈസ് നമ്മൾ കാളിദാസൻ പോറ്റിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചരടും കാര്യങ്ങളൊക്കെ കെട്ടി നമ്മൾ നേരെ റൂമിൽ പോവുകയാണ്. ടൈമില്ല ഗൈസ്, നമുക്ക് അടുത്ത അമ്പലങ്ങളിൽ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഉടുപ്പിയിലേക്കാണ് കേട്ടോ പോകുന്നത്. എനിക്കറിയത്തില്ല, ഇതുവരെ പോയിട്ടില്ല ഉടുപ്പിയിലൊന്നും, അതുകൊണ്ട് അവിടുത്തെ സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ അവിടെ കുറച്ച് ടെമ്പിളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങോട്ടൊക്കെ പോകണം, ആ ടെമ്പിളിലൊക്കെ കയറണം എന്നാണ്. അപ്പം നമ്മൾ ബസ് വിളിച്ചിട്ടുണ്ട്. അപ്പം വരും ഗൈസ്. നമ്മൾ റൂമിനോട് ബൈ ബൈ പറയാനുള്ള സമയമായി. അലൂസ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അലൂസ് ഹായ് പറഞ്ഞേ. ഹായ്. അലൂസിനെ എഴുതിക്കുന്ന വീഡിയോ, അതായത് ആ ഒരു ക്ലിപ്പ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം. നമ്മുടെ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മലയുടെ മണ്ടയിലൊക്കെ നല്ല രീതിക്ക് കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്ന കാണാൻ പറ്റും കേട്ടോ. നല്ല വ്യൂ ആണ്. അവിടെ ആ മലയൊക്കെ കണ്ടോ, അവിടെ മൊത്തവും ഇങ്ങനെ കോട് നിറഞ്ഞിരിക്കുക. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല തണുപ്പുണ്ട്. ഇപ്പം മഴയും കൂടി പെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവാം. പറയാം എല്ലാവരും ഹായ് ഗൈസ്. സോ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങി നമ്മളതിൻ്റെ ബസ്സിൽ കയറാൻ പോവാം. ഗൈസ് ഈ ഒരു പാലം കണ്ടോ, ഇതിൻ്റെ 2 സൈഡും വെള്ളമാണ്. 2 സൈഡും വെള്ളം. അതായിരുന്നു നമ്മുടെ റൂം. ബാക്ക് വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്ത് മൊത്തം ചെളിയിട്ട് കിടക്കുക. അങ്ങനെ ഗൈസ് നമ്മുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതേ മൂകാംബികയ്ക്ക് ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സത്യം പറയാലോ നല്ല സങ്കടമുണ്ട് എല്ലാവർക്കും. ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ പോവാനേ തോന്നത്തില്ല കേട്ടോ. കുഞ്ഞിലേ മുതൽ നമ്മളെല്ലാവരും ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് പോവാനായിട്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. എന്നാലും നമ്മൾ 3 ദിവസം നിന്നല്ലോ, എന്നാലും പിന്നെയും നിൽക്കണം എന്നാണൊരാഗ്രഹം കേട്ടോ. പിന്നെ നമ്മളിത് ബസ്സിൽ ട്രാവൽ തുടങ്ങി. അങ്ങനത്തെ എല്ലാവരും സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും സ്നാക്സൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല ഗ്രീനറിയാണ് കേട്ടോ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ. നല്ലൊരു ഗ്രീൻ തീമാണ് കേട്ടോ. ഗൈസ് ഉടുപ്പിയിൽ ഒരു എന്താ പറയുക ഗണപതിയുടെ ക്ഷേത്രമാണ്. അപ്പം ഇവിടെ കയറി തൊഴുത് നമ്മളിതേ ബസ്സിൽ കയറിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ അകത്ത് ഫോൺ കൊണ്ടാൻ പറ്റത്തില്ല, അപ്പം അതുകൊണ്ടാണ് ഞാൻ അകത്ത് വീഡിയോ എടുക്കാൻ. വട ഇട്ടിട്ടുണ്ട് കഴിക്കാം. ഒരാളിവിടെ എഡിറ്റിങ്ങിലാണ് ഗൈസ്. ഞാൻ സ്ലോമോയിൽ നടക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാം. ഗൈസ് ശ്രീ പേര് ഞാൻ മറന്നുപോയി ആ ടെമ്പിളിൽ. ഇങ്ങനെ ഗണപതിയുടെ ടെമ്പിളാണ്. ഒരു റിയൽ സ്റ്റോറിയൊക്കെ ഇങ്ങനെ എഴുതി ഇവിടെ മതിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിക്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, കുറേ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു റിയൽ സ്റ്റോറി അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോ അത് കുറച്ചൊരു സ്പെഷ്യൽ ഫോട്ടോഗ്രാഫറാണ്. ഈ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോഗ്രാഫി. ഇപ്പം നമ്മൾ അങ്ങോട്ടാ പോന്നേ. അല്ലെങ്കിൽ
ആവശ്യമുള്ള സമയത്ത് ബുദ്ധി ഒന്നും വർക്കാവത്തില്ല, ആവശ്യമില്ലാത്ത സമയത്ത് വേണ്ടവോളം ബുദ്ധി വർക്കാവും എന്ന് പറയുന്ന പോലെ ഞാൻ ഈ വീഡിയോയിലെ പല ക്ലിപ്സും എടുക്കാൻ മറന്നുപോയി ഗൈസ്. മനഃപൂർവ്വം അല്ല, വിട്ടുപോയതാണ്, ഞാൻ മറന്നു പോയതാണ്. ഐ എം റിയലി സോറി കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശന്നപ്പോഴത്തേക്ക് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മാത്രമല്ല എല്ലാവരുടെ മുഖത്ത് ഈ ഒരു എക്സ്പ്രഷനായിരുന്നു. സത്യം പറയാലോ, ഫുഡിനെ പറ്റി ഇങ്ങനൊന്നും പറഞ്ഞുകൂടാ, എങ്കിലും തീരെ കൊള്ളത്തില്ലായിരുന്നു കേസ്. നമ്മൾ ന്യൂഡിൽസും ഗോപി മഞ്ചൂരിയാണ് മേടിച്ചത്. സത്യം പറയാലോ ന്യൂഡിൽസൊക്കെ ന്യൂഡിൽസ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ന്യൂഡിൽസൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടുത്ത് പോലും എത്തത്തില്ല. കാരണം അത്രയ്ക്കും കൊള്ളത്തില്ലായിരുന്നു. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഫുഡ് അതിൻ്റെ അനുസരിച്ചിരിക്കും. സത്യം പറയാലോ ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലെ ഫുഡ് മിസ് ചെയ്യുന്നത്. ഇപ്പോഴാണ് വീട്ടിലെ ഫുഡിലെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും പറ്റുന്നത് ഗൈസ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാനിപ്പോൾ ഇങ്ങനെ കുറേ സ്ഥലത്ത് ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെ മൂകാംബികയിൽ വന്നിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുള്ള ആദ്യത്തെ അനുഭവമാണ്. സത്യം പറയാലോ വീട്ടിലെ ഫുഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ഗൈസ്, വായിൽ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. വിശപ്പ് കാരണം ഞാൻ പിന്നെ ഒരു ലൈം ജ്യൂസ് മേടിച്ച് കുടിച്ചു. പിന്നെ കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ ബാഗിലുണ്ടായിരുന്നു, അത് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധം പിടിച്ച് നിന്നു. നല്ല വോമിറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മാക്സിമം ഓക്കെ ആക്കി നിർത്തിയതാണ്. അങ്ങനെ നമ്മളത് ട്രാവലൊക്കെ ചെയ്ത് പിന്നെയും ഞാൻ ട്രെയിനിലൊക്കെ കയറി വീട്ടിലെത്തുന്ന വീഡിയോ എടുക്കാനും മറന്നുപോയി ഗൈസ്. അതും ദാണ്ട കിടക്കുന്നു. അതും ഒരു വെറും പൊട്ടത്തരമാണ് ഗൈസ്. ഞാൻ സത്യമായിട്ടും സോറി, ഞാൻ മറന്നുപോയതാണ്. എൻ്റെ കുഴപ്പമല്ലല്ലോ മറന്നു പോകുന്നത്. അപ്പോൾ എന്തായാലും ലാസ്റ്റ് നമ്മുടെ അല്ലൂസിനെ എഴുതിക്കുന്ന വീഡിയോ കൂടി കാണിച്ചിട്ട് നമ്മുടെ വീഡിയോയുടെ നിർത്താണ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൊക്കെ അടിച്ച് പറത്താനും ആരും മറക്കരുത്. അടുത്ത അടിപൊളി ട്രിപ്പ് വീഡിയോസ് ഒക്കെ ആയിട്ട് പിന്നെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഫ്രം മീനൂസ് വ്ളോഗ് ആൻഡ് അല്ലൂസ് വ്ളോഗ്. എഴുത്തൊക്കെ കഴിഞ്ഞ് നമ്മുടെ അല്ലൂസ് അംഗനവാടിയിലൊക്കെ പോയി തുടങ്ങി കേട്ടോ. പുള്ളിക്കാരിക്ക് ഇപ്പോൾ അംഗനവാടിയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അംഗനവാടിയിലൊക്കെ പോയി പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബന്ന അല്ലൂസേ. താങ്ക് യു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു.